ഹലോ ഗായ്സ്, ഇന്ന് നൈനുവിന് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. അവളുടെ സ്കൂളിലെ ഫ്രണ്ടിൻ്റെ ഇവിടെ ജംപ് യാർഡിൽ വെച്ചിട്ടാണ് അവർ ബർത്ത്ഡേ പാർട്ടി നടത്തുന്നത്. അപ്പോൾ 40 മിനിറ്റ്സ് പാർട്ടിയും പിന്നെ 1 അവർ ഈ ജംപ് യാർഡിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. പാരൻസിന് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനത്തെ അടിപൊളി ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു ജംപ് യാർഡാണ്. 40 മിനിറ്റ്സ് ഇവർക്ക് ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷനാണ്. അപ്പോൾ ഇവിടെ കുറേ പാർട്ടി റൂംസ് ഉണ്ട് ബർത്ത്ഡേ പാർട്ടി നടത്താനായിട്ട്. പിന്നെ നമുക്ക് ഫുഡ് മെനു സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് തന്നെ കുറേ ഫുഡ് സ്റ്റോളുകളൊക്കെ ഉണ്ട് അവിടെ. അടിപൊളിയാണ്. കിഡ്സിനൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണിത്. അവളെ ഡ്രോപ്പ് ചെയ്തു. ഇതൊരു മാളിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ ചെറുതായിട്ടൊരു ഷോപ്പിങ്ങിന് പോയി. നമ്മൾ നേരെ പോയത് H&M ഹോമിലേക്കാണ്. നമ്മൾക്ക് വീട്ടിലേക്ക് 1-2 റൂം ഫ്രഷ്നേഴ്സ് വാങ്ങണമായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ പലതും സ്മെല്ല് ചെയ്ത് നോക്കി. ചിലത് സ്മെല്ല് ചെയ്ത് നമുക്ക് തലവേദന വന്നു, തല കറക്കം വന്നു. പക്ഷെ നമുക്ക് അവിടെ നിന്ന് അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് 1-2 വാങ്ങി. പിന്നെ അവിടെ കുറേ അടിപൊളി ക്യാൻഡിൽസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി. ഇനി ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ക്യാൻഡിൽസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അതിനിടയിൽ ഏതോ അവിടെ കിടന്ന് കരഞ്ഞ് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അവന് സ്റ്റോളറിലിരിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. H&Mൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നപ്പോഴേക്കും നമ്മുടെ ടൈമായി. 1.5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ പിന്നെ നൈനുവിനെ പിക്ക് ചെയ്യാൻ പോകണം. ഇനി നേതുകൂട്ടൻ വാശി പിടിച്ച് കരയിന് കണ്ടപ്പോൾ അവന് ചെറിയൊരു ടോയ് വാങ്ങിക്കൊടുത്തതാണ്. ടോയ് വാങ്ങിയപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കണ്ട് കളിക്കണ്, ചിരിക്കണ്. അത് കൈമെന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ വീണ്ടും കരയണ്. അപ്പോൾ അവന് നല്ല ഇഷ്ടമായി. ഇനി ഇത് കുറച്ചു നേരം പിടിച്ചിരുന്നോളും അടങ്ങിയിരുന്നോളും എന്നൊക്കെ വിചാരിച്ചു. അത് ബില്ലിട്ട് കഴിഞ്ഞപ്പോൾ അവനത് വേണ്ട. വെറുതെ 2 മിനിറ്റിലേക്ക് മാത്രം വേണ്ടു അവന് ടോയ്സൊക്കെ. പിന്നെ നമ്മൾ നൈനുവിനെ പിക്ക് ചെയ്യാൻ ചെന്നു. സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പാർട്ടി റൂമൊക്കെ അവിടെ അടിപൊളിയാണ്. ഇതൊക്കെ നല്ല ജിൽ പാർട്ടി റൂം. ഞാൻ ആ പാർട്ടി റൂമിൻ്റെ മുന്നിലാണ് വെയിറ്റ് ചെയ്യണത്. അപ്പോൾ അവിടെയാണ് അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞ് നൈനുമോള് റിട്ടേൺ ഗിഫ്റ്റ് ചോക്ലേറ്റിൻ്റെ ഒരു ബോക്സൊക്കെ ആയിട്ട് തിരിച്ചു വന്നു. അവൾക്ക് അടിപൊളിയായി, നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു.